السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. ബഹുമാനരായ സഹോദരങ്ങളെ, സത്യവിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇന്ന് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ചുകൊണ്ടായിരിക്കും. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ചതമ്പുരാൻ മാപ്പാക്കി തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യും. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നസീബാക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു സമാധാനവും ആശ്വാസവും പ്രദാനിക്കുമാറാകട്ടെ. 1934 വരെ പതിറ്റാണ്ടുകളോളം തുർക്കിയിലെ മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്ത ഹാഗിയ സോഫിയ എന്ന പള്ളി 1934 തുർക്കി ഭരണകൂടം മ്യൂസിയമാക്കി പ്രഖ്യാപിച്ചു. 1983 ആ പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉസ്മാൻ യുസ്കലെ എന്ന് പറയുന്ന ഒരു തുർക്കി കവി ഇങ്ങനെ പറയുന്നുണ്ട്: ഹാഗിയ സോഫിയ, നീ വിഷമിക്കണ്ട. നിന്റെ മടിത്തട്ടിൽ സുജൂദ് ചെയ്യാൻ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹിന്റെ പിൻഗാമികൾ ഉണ്ടാകും. നീ ഭയപ്പെടണ്ട. മ്യൂസിയമായി മാറിയ ഹാഗിയ സോഫിയയുടെ മുന്നിൽ നിന്ന് ഉസ്മാൻ യുസ്കലെ ഇത് പറയുമ്പോൾ 2020 ഹാഗിയ സോഫിയ പള്ളിയായി മാറുമെന്നും അവിടെ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹിന്റെ പിൻഗാമികളായ തുർക്കി മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്യുമെന്നും ആർക്കും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞ ഉസ്മാൻ യുസ്കലയെ തുർക്കി ഭരണകൂടം കൊല ചെയ്തു. പക്ഷേ 2020 അദ്ദേഹം പറഞ്ഞ സത്യം പുലർന്നു. ഹാഗിയ സോഫിയ പള്ളിയാക്കി മാറ്റി അവിടെ മുസ്ലിമീങ്ങൾ ഇപ്പോൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുക. ബൈത്തുൽ മുഖദ്ദസ് കുരിശുസേന കയ്യേറിയ 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്തു. ഖുദൂസിന്റെ തെരുവുകളിലൂടെ ചോരത്തളങ്ങൾ കെട്ടി അതിലൂടെ മുസ്ലിമീങ്ങളുടെ കൈയും കാലും ഇങ്ങനെ ഒലിച്ചു നടന്നു. 2.5 ലക്ഷം പട്ടാളം ഖുദൂസിന് ചുറ്റും ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്, കുരിശുപക്ഷ. ആ സമയത്താണ് നൂറുദ്ദീൻ സിംഗി എന്ന് പറയുന്ന ദുർബലനായ ഭരണാധികാരി ഒരു മിമ്പർ പണിയുന്നത്. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ മിമ്പർ? നൂറുദ്ദീൻ സിംഗി പറഞ്ഞു, അത് ബൈത്തുൽ മുഖദ്ദസ് സ്ഥാപിക്കാനാണ്. ആളുകൾ പരിഹസിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ആ ഖുദ്സ് തിരിച്ചു പിടിച്ചു. ആ ഖുദ്സിൽ ആ മിമ്പർ സ്ഥാപിച്ചു. ഒരു ഈച്ചയ്ക്ക് പോലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടക്കാൻ കഴിയാതെ 2.5 ലക്ഷം കുരിശുസേന കാവൽ നിൽക്കുമ്പോഴാണ് നൂറുദ്ദീൻ സിംഗി അതേ ബൈത്തുൽ മുഖദ്ദസ് സ്ഥാപിക്കാൻ വേണ്ടി മിമ്പർ കൊടുത്തത്. അദ്ദേഹത്തിന്റെ ആ ശുഭപ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു കൊടുത്തു. അവിടെ ആ മിമ്പർ സ്ഥാപിക്കും. ഞാനിത് രണ്ടും നിങ്ങളോട് പറഞ്ഞത്, ഏത് അനീതിയുടെ കൂരിരുട്ടിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. ഇതെല്ലാം പോകും. നീതിയുടെ സൂര്യൻ ഉദിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസി ആയിരിക്കണം എപ്പോഴും മുസ്ലിമായ മനുഷ്യൻ. നമുക്കറിയാം ഇപ്പോൾ നിലവിലെ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ. ഇവിടെയുള്ള മുസ്ലിം ന്യൂനപക്ഷം
വളരെ കൃത്യമായ വിവേചനം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുക. നമ്മളെ സാമൂഹികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി, അതിലുപരി നമ്മുടെ സ്വത്വബോധം കൂടി തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തെ എല്ലാ നിലയ്ക്കും അന്യവൽക്കരിക്കാനുള്ള കൃത്യമായ അജണ്ടകൾ ഓരോന്നോരോന്നായിട്ട് ഇവിടത്തെ ഭരണകൂടങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി അനീതിയുടെ നിയമങ്ങളാൽ ഈ സമുദായം വലയം ചെയ്യപ്പെടുകയാണ്. ഓരോ ദിവസവും അനീതിയുടെ നിയമങ്ങൾ ഈ രാജ്യത്ത് പാസ്സാക്കപ്പെടുകയാണ്. അതിൽ ഏറ്റവും പുതിയതാണ് ഇന്നലെ മിനിഞ്ഞാന്നുമായി പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കി രാഷ്ട്രപതിയുടെ ഒരു ഒപ്പുപതിഞ്ഞാൽ ഈ രാജ്യത്ത് നിയമമായി മാറുന്ന വഖഫ് ബില്ല് എന്ന് പറയുന്നത്. നമ്മുടെ വഖഫ് പ്രോപ്പർട്ടികൾ മാത്രമല്ല, സ്വത്വബോധത്തെ കൂടി ചോദ്യം ചെയ്യുന്ന അതിക്രൂരമായ ഒരു നിയമത്തിനാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നലെ സാക്ഷിയായിരിക്കുന്നത്. വളരെ വേദനയോടെ അല്ലാതെ നമുക്ക് ഈ നിയമം പാസ്സാക്കപ്പെട്ടു എന്ന കാര്യത്തെ നമുക്ക് കേൾക്കാനും കാണാനും കഴിയില്ല. അനധിവിദൂര ഭാവിയിൽ ഇതിന്റെ ദുരന്ത ഫലങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിച്ചു തുടങ്ങും. നമ്മൾ വിചാരിക്കും പോലെയല്ല, വളരെ കൃത്യമായ പ്ലാനോടുകൂടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ച് അതിന്റെ നിയമമാക്കപ്പെടാൻ വേണ്ടി കെട്ടിക്കിടക്കുന്നത്. കാലാകാലങ്ങളായി മുസ്ലിം സമൂഹം, നമ്മുടെ പൂർവികരായ ആളുകളും നമ്മളും അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് വഖഫ് ചെയ്തിരിക്കുന്ന വഖഫ് സ്വത്തുകൾ അതോരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനുവേണ്ടിയുള്ള കൃത്യമായ അജണ്ടകളോടെ ഉണ്ടാക്കപ്പെട്ട ഒരു നിയമമാണ്. നമുക്കറിയാം, ഇപ്പോ രാജ്യം ഭരിക്കുന്ന സവർണ ഫാസിസ്റ്റ് ഭരണകൂടം അവരോരോ നിയമങ്ങൾ പാസ്സാക്കുമ്പോഴും അതിന് കൃത്യമായ പ്ലാനുണ്ട്. പ്ലാൻഡായ നിയമങ്ങളാണ്. നമ്മൾ അത്രയൊന്നും കടന്ന് ചിന്തിക്കാറില്ല. ഏത് നിയമത്തിന് ശേഷം ഏത് നിയമം കൊണ്ടുവരണമെന്ന കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇവരോരോ നിയമങ്ങളും കൊണ്ടുവരുന്നത്. അതിനവർക്ക് കഴിയും. കാരണം ലോകത്തെ ഏറ്റവും വലിയ പാരാമിലിറ്ററി സംവിധാനമാണ് RSSന്റേത്. ഇവിടെയുള്ള താഴ്ന്ന ജാതിക്കാരുടെ വനവാസി കല്യാൺ മുതൽ ISRO ഉദ്യോഗസ്ഥന്മാരുടെ സയന്റിസ്റ്റ് ഫോറം വരെ വരുന്ന 80 ചില്ലാനും പരിവാർ സംഘങ്ങളുടെ കൂട്ടായ്മയായ സംഘപരിവാർ, ഈ അർദ്ധ മിലിറ്ററി സംവിധാനം നിലവിലുള്ള വലിയൊരു സംവിധാനത്തിന്റെ പിൻബലത്തോടുകൂടി രാജ്യം ഭരിക്കുന്ന സവർണ ഫാസിസ്റ്റ് ഭരണകൂടം കൃത്യമായ തലച്ചോറ് ഉപയോഗിച്ചാണ് ബില്ലുകൾ തയ്യാറാക്കുന്നത്. അവർക്കറിയാം ഏത് നിയമമാണ് ഏത് നിയമത്തിന് ശേഷം കൊണ്ടുവരേണ്ടത്. കാശ്മീർ നിയമം കൊണ്ടുവന്നു, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ലക്ഷദ്വീപിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതിനുശേഷമാണ് പൗരത്വ നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. പൗരത്വ നിയമത്തിലൂടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ പൗരത്വം കൊടുക്കപ്പെടുന്ന മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് ഈ രാജ്യത്ത് താമസിക്കാൻ ഇടം വേണം. അതിന് ഇടമൊരുക്കലായിരുന്നു കാശ്മീർ അജണ്ടയുടെ പിന്നിൽ. അതായിരുന്നു ലക്ഷദ്വീപിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ പിന്നിൽ. അതുതന്നെയാണ് വഖഫ് ബില്ലിന്റെയും ഒരു ലക്ഷ്യം. ഇവിടെ പൗരത്വം നേടി വരുന്ന മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ പ്രോപ്പർട്ടി കൊടുക്കണം. ആ പ്രോപ്പർട്ടി വഖഫ് സ്വത്തിൽ നിന്നും പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ കിരാതമായ നിയമം വഖഫ് സ്വത്തുകളെ എല്ലാ നിലയ്ക്കും ബാധിക്കുന്ന, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കേണ്ടതില്ല. വഖഫ് ബോർഡിൽ അമുസ്ലിമീങ്ങൾ വേണമെന്നുള്ള നിയമം, വഖഫ് സ്വത്തിൽ തർക്കം വന്നാൽ അന്തിമ തീരുമാനം കളക്ടറുടേതായിരിക്കണമെന്നുള്ള നിയമം, 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ അനുവാദമുള്ളൂ എന്നുള്ള നിയമം തുടങ്ങി ഈ പുതിയതായി പാസ്സാക്കപ്പെട്ട ബില്ലിലുള്ള നിയമങ്ങൾ അധികവും തീർച്ചയായിട്ടും നമ്മുടെ വഖഫ് പ്രോപ്പർട്ടികളെയും സമുദായത്തിന്റെ സ്വത്വബോധത്തെയും കൃത്യമായി ബാധിക്കുന്നതാണെന്ന വിഷയത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് കൃത്യമായ പ്ലാനോടുകൂടി ബില്ലുകൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, നിയമങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മെ അതിശയപ്പെടുത്തുന്നത് കത്തോലിക്ക സഭയുടെ നിലപാടുകളാണ്. അവരിതിനെ സപ്പോർട്ട് ചെയ്യാൻ അവരറിയുന്നില്ല ഇന്ന് ഞാൻ നാളെ നീ. വിചാരധാര ശത്രുക്കളായി പ്രഖ്യാപിച്ച ഒന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ പിന്നെ മുസ്ലിമാണ്, പിന്നെ ക്രിസ്ത്യാനിയാണ്. ഇന്ന് മുസ്ലിമിനെതിരെയാണ് നിയമങ്ങളെങ്കിൽ അടുത്ത നിയമനിർമ്മാണങ്ങൾ ക്രൈസ്തവർക്കെതിരെയായിരിക്കുമെന്ന് ഈ പാവം കത്തോലിക്ക ബിഷപ്പുമാർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ ഈ ബില്ലിനെ പിന്തുണയ്ക്കാനും തൽക്കാലമായി കിട്ടിയൊരു വിടവിലൂടെ മുസ്ലിമീങ്ങളെ അടിക്കാനും വേണ്ടി അവർ തയ്യാറാക്കുന്നത്.
ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വർഷങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആരും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം ന്യൂനപക്ഷങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടാകൂല. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്വത്തോടുകൂടി പ്രസംഗിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും, ന്യൂനപക്ഷങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കും. അതുകൊണ്ട് ആരും അവരെ പീഡിപ്പിച്ച് അവരുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. വോട്ടില്ലാത്തവരായി ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആക്കി തീർക്കുമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് ജാർഖണ്ഡിൽ പ്രസംഗിച്ചത്. ഇത് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കുന്നില്ല. നമുക്ക് പിന്നാലെ അവരെയാണ് അടിക്കാൻ പോകുന്നത്. തന്നെയല്ല, ഇതേ ആഭ്യന്തരമന്ത്രി തന്നെ രാജസ്ഥാനിൽ അദ്ദേഹം പ്രസംഗിച്ച മറ്റൊരു പ്രസംഗം കൂടിയുണ്ട്. അതിലും അദ്ദേഹം ഇക്കാര്യം ഊന്നി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് 104 കോടി നുഴഞ്ഞു കയറ്റക്കാർ ഇന്ത്യയിലുണ്ടെന്നാണ്. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് രാജസ്ഥാനിൽ പോയി ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചതാണ്. 104 കോടി ആളുകൾ ഇന്ത്യയിൽ നുഴഞ്ഞു കയറ്റക്കാരുണ്ടെന്നാണ്. അപ്പൊ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ക്രൈസ്തവർ മാത്രമല്ലല്ലോ, സിഖുകാർ മാത്രമല്ലല്ലോ. അപ്പൊ പിന്നെ ആരാണ് 104 കോടി? ഈ 104 കോടി സവർണരല്ലാത്ത ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും നുഴഞ്ഞു കയറ്റക്കാരാണ്. അതിവിടെയുള്ള ദളിതന്മാര് മനസ്സിലാക്കണം, ആദിവാസികൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നത് വിചാരധാരയാണെങ്കിൽ ഇവിടെയുള്ള ദളിത് പിന്നോക്കക്കാർക്കെതിരെ RSS പ്രയോഗിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ ഈ വർണ്ണാശ്രമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതീയമായ ചിന്താഗതികളാണ് ഈ ബ്രാഹ്മണ സമൂഹം ഇവിടെയുള്ള ദളിതുകൾക്കെതിരെ, ആദിവാസികൾക്കെതിരെ പ്രയോഗിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ 4000-ഓളം വർഗീയ കലാപങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ഈ 4000 വർഗീയ കലാപങ്ങളിലും മുസ്ലിമീങ്ങൾക്കെതിരെ പ്രയോഗിച്ചത് വിചാരധാരയായിരുന്നു. കൃത്യമായി മുസ്ലിമുകളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരധാരയിൽ ഇവരുടെ ആചാര്യന്മാര് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പ്രയോഗിച്ചത്. അതുകൊണ്ട് ഇതൊരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് മുസ്ലിമിന്റെ പ്രശ്നമാണ്, ക്രിസ്ത്യാനിയുടേതാണ്, സിഖുകാരൻ്റെതാണ്, ദളിതന്റേതാണ്, പിന്നോക്കക്കാരൻ്റെതാണ്. സവർണരല്ലാത്ത ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കാനിരിക്കുന്ന അതിഭീകരമായ ഒരു പ്രശ്നമാണ് ഇന്ത്യ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടപ്പിലാക്കുന്നത് സത്യത്തിൽ ഗീബൽസിയൻ അജണ്ടകളാണ്. എങ്ങനെയാണ് ഹിറ്റ്ലർ തന്റെ PR മിനിസ്റ്ററായി നിയമിച്ച, പ്രചരണ വകുപ്പ് മന്ത്രിയായി നിയമിച്ച ഗീബൽസിനെ കൊണ്ട് എങ്ങനെയാണോ ജർമ്മനിയിൽ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്, അതുപോലെയുള്ള ഗീബൽസിയൻ തന്ത്രങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് പ്രയോഗിക്കുന്നത്. ഒന്നും നുണകൾ പ്രചരിപ്പിക്കുക. ഗീബൽസ് ചെയ്തത് അതാണ്. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക. 1939 പാരീസിൽ വെച്ച് ഒരു ജർമ്മൻകാരനെ ജൂതൻ കൊന്നു എന്നാണ് ഗീബൽസ് ആദ്യം പറഞ്ഞത്. കൊന്നിട്ടില്ലായിരുന്നു. 1939 ജർമ്മനി പാരീസിൽ വെച്ച് ഒരു ജർമ്മൻകാരനെ ജൂതൻ കൊന്നു എന്ന് ഗീബൽസ് ജർമ്മനിയിൽ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ജൂതർക്കെതിരെ കലാപം തുടങ്ങുന്നത്. വലിയ സമ്മേളനം വിളിച്ചു, ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള കോപ്പുകൂട്ടി. അതായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തെ പടിയായി അദ്ദേഹം ചെയ്തത് പത്രമാധ്യമങ്ങളെ കയ്യിലെടുത്തു. ഹിറ്റ്ലറെ പുകഴ്ത്താത്ത ഒരു പത്രവും, ഒരു മാധ്യമവും, ഒരു സിനിമയും, ഒരു റേഡിയോയും, ഒരു ടെലിവിഷനും അദ്ദേഹം ആ നാട്ടിൽ അനുവദിച്ചില്ല, ജർമ്മനിയിൽ അനുവദിച്ചില്ല. ഇന്ത്യ രാജ്യത്ത് മതിയല്ലേ ചെയ്യുന്നത്? മുഴുവൻ മാധ്യമങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് മോഡി സ്തുതി പറയാത്ത ഒന്നിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് തീരുമാനിച്ചു. പത്രമാധ്യമങ്ങളിലെ സെൻസറിങ് RSS ഏറ്റെടുക്കുകയാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അവർ കൊണ്ടുവന്ന NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അവർ തന്നെ പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നയം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിരുത്തി എഴുതാൻ കഴിഞ്ഞാൽ 60% RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖല തന്നെ മതിയാകും, വേറൊന്നും വേണ്ട. അതിനാണ് NEP കൊണ്ടുവന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നത്. ഇത് തന്നെയാണ് ഗീബൽസ് അവിടെ ഹിറ്റ്ലർക്ക് വേണ്ടി ജർമ്മനിയിൽ ചെയ്തത്. ഇങ്ങനെ നുണകൾ പ്രചരിപ്പിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് ന്യൂനപക്ഷങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കും പോലെ ഗീബൽസ് എന്ന് ജർമ്മനിയിൽ പ്രചരിപ്പിച്ചത് ജർമ്മൻകാരുടെ ശത്രുക്കളാണ് ജൂതന്മാർ. അവർ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. UP മുഖ്യമന്ത്രി അടുത്ത ദിവസം പറഞ്ഞല്ലോ, മുസ്ലിമുകൾക്ക് മര്യാദയില്ല, അവർ ഹിന്ദുക്കളിൽ നിന്ന് മര്യാദ പഠിക്കണം എന്നാ പറഞ്ഞത്. എന്താ മുസ്ലിങ്ങളുടെ മര്യാദ കേട്? അവർ നിസ്കരിക്കും. പള്ളിയിൽ നിന്ന് അല്പം സഫ് ചിലപ്പോൾ പിന്നെ പുറകോട്ട് പോകും, ചിലപ്പോൾ അല്പം വെളിയിലേക്ക് സഫ് നിൽക്കും, ബിൽഡിങ്ങിന്റെ മുകളിൽ നിസ്കരിക്കും. ഇതാണ് മുസ്ലിമുകളുടെ മര്യാദ കേട്. ഇത് തന്നെയാണ് ഹിറ്റ്ലറും പറഞ്ഞത്, ഹിറ്റ്ലർക്ക് വേണ്ടി ഇദ്ദേഹവും പറഞ്ഞത്. മുസ്ലിമുകൾക്ക്, അവിടുത്തെ ജൂതന്മാർക്ക് മര്യാദയില്ല, ജർമ്മൻകാർക്കാണ് മര്യാദയുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കിരാതമായ നിയമങ്ങൾ ഈ രാജ്യത്ത് പാസ്സാക്കപ്പെടുമ്പോ, കൃത്യമായ അജണ്ടകളുമായി ഭരണകൂടം മുന്നോട്ട് പോകുമ്പോ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ മിണ്ടണം.
ഒന്നാമത് ചെയ്യണം മിണ്ടുക എന്നുള്ളതാണ്. മൗനം പാടില്ല. ഈ രാജ്യത്തിൽ മൗനം അപകടകരമാണ്. മിണ്ടിക്കൊണ്ടേയിരിക്കണം. വിശുദ്ധ ഖുർആനിൽ 332 സ്ഥലത്താണ് നബിയോട് മിണ്ടണം എന്ന് പറഞ്ഞത്. കുൽ എന്ന പ്രയോഗം 332 സ്ഥലത്ത് കാണാം. മിണ്ടണം നബിയെ, മൗനം പാലിക്കരുത്. പറയേണ്ടടുത്ത് പറഞ്ഞു പോവുക തന്നെ വേണം. പറയേണ്ടവരോട് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു പോകണം. മൗനം ചില സമയത്ത് അപകടമാണ്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകൻ വെളിയിൽ പോകുമ്പോൾ ഒരു ക്ലാസ് ലീഡറെ ഏൽപ്പിക്കും മിണ്ടുന്നവരുടെ പേരെഴുതാൻ. അന്ന് മിണ്ടുന്നവർ ഹീറോ ആയിരുന്നു, മിണ്ടാതിരിക്കുന്നവൻ ഹീറോ ആയിരുന്നു, മിണ്ടുന്നവൻ വില്ലനായിരുന്നു. ഇന്ന് മിണ്ടുന്നവനാണ് ഹീറോ. ഈ രാജ്യത്ത് ഈ അക്രമങ്ങൾ നടക്കുമ്പോൾ മിണ്ടുന്നവനാണ് ഹീറോ. മിണ്ടിക്കൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അക്രമ ഭരണകൂടത്തിനോട് നിങ്ങൾ ചെയ്യുന്ന നീതികേടാണെന്ന് പറയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്. ഈ ജിഹാദിനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. മിണ്ടിക്കൊണ്ടേയിരിക്കുക, മിണ്ടാതിരിക്കുക എന്നുള്ള വലിയൊരു കാര്യമൊന്നുമല്ല, അതെല്ലാവർക്കും കഴിയും. മൗനം പാലിക്കാൻ ആർക്കും കഴിയും. ഇവിടെ മൗനമല്ല വേണ്ടത്, അനീതിയാണ് ചെയ്യുന്നത്, അക്രമമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനെങ്കിലും നമുക്ക് കഴിയണം. നമുക്ക് മിണ്ടാതിരുന്നാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം, പക്ഷെ മിണ്ടിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിച്ചവരാണ്. ചരിത്രം പരിശോധിച്ചാൽ മിണ്ടിയവരാണ് കൂടുതലും, അവരാണ് ജയിച്ചത്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ രഹസ്യഭാഗത്തേക്ക് കുന്തം കുത്തി കയറ്റിയിട്ടാണ് അവരെ കൊന്നു കളഞ്ഞത്. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഒരു മിണ്ടി എന്നുള്ളതാണ്. അവസാന ശ്വാസം വരെ സുമയ്യ മിണ്ടി, അഹദ് അഹദ് അഹദ്, നിങ്ങൾ എന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് ഞാൻ ശിർക്ക് ചെയ്യാനാണെങ്കിൽ, അള്ളാഹുവിനെ തള്ളി പറയാനാണെങ്കിൽ അഹദ് ഏകനാണ് പടച്ചവനെന്ന് അവസാന ശ്വാസം വരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ റളിയല്ലാഹു തആല. അവർ മിണ്ടി. വേണമെങ്കിൽ അവർക്ക് മിണ്ടാതിരുന്നാൽ ജീവൻ രക്ഷിക്കാമായിരുന്നു, അത് ശ്രമിച്ചില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ വളരെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ബിലാൽ പറഞ്ഞൊരു വാക്കുണ്ട്, അഹദ് അഹദ്. ബിലാലിന് വേണമെങ്കിൽ മിണ്ടാതിരുന്നാൽ ജീവൻ രക്ഷിക്കാമായിരുന്നു, ബിലാൽ അത് ചെയ്തില്ല. ഖുബൈബ് റളിയല്ലാഹുവിനെ തൂക്കിലേറ്റുമ്പോൾ ഖുബൈബ് പറഞ്ഞത് അഹദ്, ഞാൻ എന്റെ മുഹമ്മദ് നബിയുടെ കൂടെയാണ്. ഖുബൈബിന് വേണമെങ്കിൽ മിണ്ടാതിരുന്നാൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി നാം ഈ രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ഇത് അനീതിയാണെന്ന് വിളിച്ചു പറയണം. അക്രമമാണിത്, ചെയ്യാൻ പാടില്ലാത്തതാണ്, അരുതാത്തതാണ് എന്ന് ഈ രാജ്യത്തെ ഭരണകൂടത്തോട് വിളിച്ചു പറയാൻ ഇരകളായ മുസ്ലിം സമൂഹത്തിന് കഴിയണം. അതാണ് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ഇതിനെ ആദർശപരമായി നേരിടേണ്ടതുണ്ട്. നമുക്കറിയാം, അപ്പുറത്തു നിൽക്കുന്നവർ സംഘപരിവാറിന്റെ പ്ലാറ്റ്ഫോം ഷിർക്കിന്റേതാണ്. ഷിർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുത്. അല്ലാഹു പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അലീം, ഇന്ന ശിർക ലദുൽമുൻ അലീം. ഷിർക്ക് കൊടിയ അക്രമമാണ്, ഷിർക്ക് കൊടിയ അക്രമമാണ്. അതുകൊണ്ട് ഷിർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുത്. സംഘപരിവാരെ നമ്മൾ സ്നേഹിക്കുന്ന ആരും പ്രതീക്ഷിക്കരുത്. അവരൊരിക്കലും ചെയ്യില്ല. അവർക്ക് അക്രമമേ അറിയൂ, അരാജകത്വമേ അവർക്ക് അറിയൂ. അതുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുത്. അവർ ഈ രാജ്യത്ത് മനുഷ്യരെ വേർതിരിക്കാനാണ് ശ്രമിക്കുന്നത്. മനുഷ്യരെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ആദർശം തൗഹീദിന്റേതാണ്. കറുത്തവന് വെളുത്തവന് കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ലാത്ത, പണമില്ലാത്തവനും പണമുള്ളവനും തുല്യനായ ആദർശം തൗഹീദിന്റേതാണ്. സംഘപരിവാർ പറയുന്ന ആദർശത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണല്ലോ അരുന്ധതി റോയ് ഒരിക്കൽ ഇന്ത്യ ടുഡേക്ക് ഒരു അഭിമുഖം കൊടുക്കുന്നുണ്ട്. അരുന്ധതി റോയ് പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്തെ ജാതി സമ്പ്രദായം യുപിയിലുള്ളൂ എന്നാണ്. ഗുജറാത്തിന്റെ തെരുവുകളിലും രാജസ്ഥാന്റെ തെരുവുകളിലും മാത്രമാണോ ഈ രാജ്യത്ത് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത്? അരുന്ധതി റോയ് കൃത്യമായി പറഞ്ഞു, അല്ല, ഇന്ത്യ രാജ്യത്തിന്റെ സ്ട്രക്ചർ തന്നെ അത് തന്നെ ജാതീയതയിലാണ്. പത്രപ്രവർത്തന രംഗത്ത് 70 മുതൽ 80% വരെ പത്രത്തിന്റെ എഡിറ്റോറിയലിൽ ഇരിക്കുന്ന ആളുകൾ ബ്രാഹ്മണരാണ്. രാജ്യം ഭരിക്കുന്ന ആളുകൾ ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ്. ഈ രാജ്യത്തെ സമ്പന്ന വർഗം എന്ന് പറയുന്നത് അംബാനിയും അദാനിയും അടങ്ങുന്ന ആളുകൾ വൈശ്യരാണ്. ഇവരൊക്കെ മേൽജാതിക്കാരാണ്. ഇപ്പോൾ തന്നെ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു, 2025-ൽ ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാനാണ് RSSന്റെ പരിപാടി. അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടാൽ ആരൊക്കെ കോടതികളിൽ ജഡ്ജികളാകണം, ആരൊക്കെ ഭരിക്കണം, ആരൊക്കെ പത്രരംഗം കൈകാര്യം ചെയ്യണം, ആരൊക്കെ സമ്പന്നരാകണം, ഇതെല്ലാം ബ്രാഹ്മണർക്ക് സംവരണം ചെയ്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കപ്പെട്ടു. രാജ്യത്തിന്റെ സ്ട്രക്ചർ തന്നെ ഈ രീതിയിൽ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്
അനീതിയുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സംഘപരിവാറിൻ്റെത്. അവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. നാം നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുക. ലോകത്ത് മനുഷ്യർക്കിടയിൽ സമത്വം പ്രഖ്യാപിക്കുന്ന തൗഹീദിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. രണ്ടാമതായി കൃത്യമായ മുന്നൊരുക്കം നമുക്കുണ്ടാകണം. അതിജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സമുദായത്തിനും മുന്നൊരുക്കം ആവശ്യമാണ്. ആസൂത്രണമില്ലാതെ ലോകത്താരും ജയിച്ചിട്ടില്ല. കൃത്യമായ മുന്നൊരുക്കം വേണം. ഹിജ്റ അതിന്റെ ഏറ്റവും വലിയ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ആ റസൂലിന് ആസൂത്രണം ഉണ്ടായിരുന്നു. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഹിജ്റ ചെയ്യാൻ വേണ്ടി റസൂലിന് അനുമതി കിട്ടിയതിന് ശേഷം ഒരൊറ്റ ദിവസം പോലും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്റെ പിതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായി കണ്ടുമുട്ടാതെ ചർച്ച നടത്താതെ. എല്ലാ ദിവസവും ചർച്ച നടത്തി എങ്ങനെയായിരിക്കണം നമ്മുടെ ഹിജ്റ. കൃത്യമായി ചർച്ച നടത്തി ആസൂത്രണം ചെയ്തു. അങ്ങനെയാണ് പ്രവാചകൻ ഹിജ്റ പോയത്. പോകുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരി തന്റെ വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കൾക്ക് നേരെ റസൂൽ എറിയുന്നുണ്ട്. അങ്ങനെ അവരുടെ കണ്ണിനെ അന്ധത ബാധിക്കുന്നുണ്ട്. ആ കണ്ണുകളിലേക്ക് മണൽത്തിരി ചെല്ലുന്നുണ്ട്. എന്തായിരുന്നു? അള്ളാഹ്ക്ക് കഴിയില്ലേ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് തന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ കല്ലെറിയാതെ അന്ധത ബാധിപ്പിക്കാൻ പടച്ചോന് കഴിയും. പക്ഷേ നബിയെ കൊണ്ട് അള്ളാഹു എറിയിപ്പിക്കുകയാണ്. നബി എറിയണം, നബിയെ കൊണ്ട് ചെയ്യാവുന്ന നബി ചെയ്യണം. അപ്പോഴാണ് പടച്ചോന്റെ സഹായം ഉണ്ടാകുക. ഒന്ന് ആസൂത്രണം ചെയ്യേണ്ടത് നമ്മളാണ്. മൂസാ നബി അലൈഹി സ്വലാം ചെങ്കടലിന്റെ തീരത്ത് വന്നു. ഫറോവയും പട്ടാളവും പിന്നാലെയുണ്ട്. മൂസാ നബിക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. അള്ളാഹുവിന് വേണമെങ്കിൽ ചെങ്കടലിന്റെ മുകളിലൂടെ മൂസാ നബിയെ പറപ്പിച്ചു വിടാമായിരുന്നു, നടത്തി വിടാമായിരുന്നു. പടച്ചോന് കഴിയില്ലേ. പക്ഷെ അള്ളാഹു തീരുമാനിച്ചത് മൂസ അടിക്കണം. മൂസ അടിച്ചാലേ ഞാൻ ചെങ്കടൽ പിളർക്കൂ എന്ന് അള്ളാഹു തീരുമാനിച്ചു. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും, നമ്മൾ ചെയ്യണം ഈ രാജ്യത്ത്. അപ്പോഴാണ് പടച്ചതമ്പുരാന്റെ സഹായവും അള്ളാഹുവിന്റെ ഇടപെടലും ഉണ്ടായിത്തീരും. അത് കൃത്യമായ മുന്നൊരുക്കം നമുക്ക് ഉണ്ടാകണം. നിങ്ങൾക്കറിയില്ല, സിഖ് സമൂഹം മുസ്ലിമീങ്ങൾ കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മതസമൂഹമാണ് സിഖുകാർ. പക്ഷെ ഇന്ന് അവരെങ്ങനെയാണ്? അവർ രാഷ്ട്രീയമായി പ്രബുദ്ധരായി, സാമ്പത്തികമായി ഉയർന്നു, സാമൂഹികമായി ഉയർന്നു. ഇന്ന് പത്രപ്രവർത്തന മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സിഖ് സമൂഹം മുന്നിലെത്തി. അവർക്ക് അതിജീവനം സാധ്യമായി. കാരണം സിഖ് സമൂഹത്തിന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു, ആസൂത്രണം ഉണ്ടായിരുന്നു, മുന്നൊരുക്കം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഈ രാജ്യത്ത് നിസ്സാരക്കാരൊന്നുമല്ല. 110 പാർലമെന്റ് മണ്ഡലങ്ങളിൽ മെജോറിറ്റിയാണ് മുസ്ലിമീങ്ങൾ. 110 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ആരെ ജയിപ്പിക്കണമെന്ന് ഈ രാജ്യത്ത് തീരുമാനിക്കാൻ മുസ്ലിമുകൾക്ക് കഴിയും. 100 മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ മുസ്ലിം വോട്ടുകൾക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ പകുതിയോളം പാർലമെന്റ് മണ്ഡലങ്ങൾ ഈ മുസ്ലിമീങ്ങൾ തീരുമാനിക്കും പോലെ വോട്ട് നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുള്ള ശക്തിയാണ് നമ്മൾ. പക്ഷേ രാഷ്ട്രീയമായ അജണ്ട സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വോട്ടുകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല. അവിടെയാണ് നമ്മൾ കൃത്യമായ മുന്നൊരുക്കത്തിലൂടെ സിഖുകാരെ നമ്മൾ ആ വിഷയത്തിൽ മാതൃകയാക്കേണ്ടത്. അതുകൊണ്ട് പ്രതിസന്ധി ഇല്ലാത്തൊരു കാലവും ഇസ്ലാമിനുണ്ടായിട്ടില്ല. പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതൊരു പ്രതിസന്ധിയിലും ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിഞ്ഞ കാല മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളുടെ മുന്നിൽ തളരേണ്ടവനല്ല മുസ്ലിം. ഏത് പ്രതിസന്ധികളുടെ മുന്നിലും ശുഭപ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം. ഇതൊക്കെ മാറും. ഫാസിസം തകരും. ഫാസിസം ഈ രാജ്യത്ത് തകരുക തന്നെ ചെയ്യും. കാരണം ഫാസിസം എന്നുള്ളത് ഉള്ളുപൊള്ളാണ്. ഉള്ളുപൊള്ളായതൊന്നും തകരുക തന്നെ ചെയ്യും. നാളെ നീതിയുടെ സൂര്യനുദിക്കും. ഈ ബില്ലുകളെല്ലാം വലിച്ചീറപ്പെടും. ഈ പാസാക്കിയ നിയമങ്ങൾ അസ്ഥിരപ്പെടുത്തപ്പെടുന്ന ഒരു കാലം ഈ രാജ്യത്ത് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് മുസ്ലിമിനുണ്ടാകേണ്ടത്. ശുഭപ്രതീക്ഷയില്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു മറുതന്ത്രം പ്രയോഗിക്കുന്നു. അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കാൻ ഏറ്റവും നല്ലവൻ. അള്ളാഹുവിനെ പോലെ തന്ത്രം പ്രയോഗിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. ശത്രു ഏകപക്ഷീയമായി തന്ത്രം പ്രയോഗിച്ച് വിജയിച്ച ഒരവസ്ഥ ലോകത്തുണ്ടായിട്ടില്ല. അത് ഉണ്ടാവുകയുമില്ല. ഏത് കാലത്തും അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകും. ഫിറൗനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ചെങ്കടൽ ഉണ്ടാക്കി വെച്ചവനാണ് അള്ളാഹു. ചെങ്കടൽ ഉണ്ടാക്കിയിട്ടാണ് അവിടുത്തെ ഫിറൗൻ ഉണ്ടാക്കിയത്. ഏത് ഫിറൗൻ? ആ ചെങ്കടലിൽ മുങ്ങിച്ചെത്ത ഫിറൗൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരാളി നമ്രൂദ് ഉണ്ടായി. പക്ഷേ ആ നമ്രൂദിനെതിരെ പോരാടാൻ, പ്രതികരിക്കാൻ ഒരു ഇബ്രാഹിമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്.
അതിന്റെ പ്രതിയോഗികളില്ലാതെ, പ്രതികാരമില്ലാതെ ഏകപക്ഷീയമായി ശത്രു വിജയിക്കുന്ന ഒരവസ്ഥ ലോകത്തുണ്ടാകില്ല എന്നുള്ള ശുഭപ്രതീക്ഷയാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഹഗിയ സോഫി എന്ന പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉസ്മാൻ ഉസ്കലെ 983-ൽ നിന്റെ മടിത്തട്ടിൽ മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പക്ഷേ 2020-ൽ ഹഗിയ സോഫിയയിൽ മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്യുന്നു. കാലം മാറി വരും, നീതിയുടെ ലോകം വരും. എന്നും ഈ അനീതിയായിരിക്കില്ല, ഈ രാജ്യത്ത് നീതി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. എന്റെ റബ്ബ് എന്റെ റബ്ബിനെ ജീവിപ്പിക്കാൻ കഴിയും, എന്റെ റബ്ബിനെ മരിപ്പിക്കാൻ കഴിയുമെന്ന് നമ്രൂദിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ നമ്രൂദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതേ മറുപടിയാണ് ഈ ഇന്ത്യയിലെ ഭരണകൂടവും പറയുന്നത്. എന്താ നമ്രൂദ് പറഞ്ഞത്? നിന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ ഇബ്രാഹിമേ എനിക്കും അതിന് കഴിയും. മനുഷ്യരെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്ക് കഴിയും. അങ്ങനെ നമ്രൂദ് ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനലിനെ വിളിച്ചു വരുത്തി, സദസ്സിലിരിക്കുന്ന ഒരു നിരപരാധി വിളിച്ചു വരുത്തി. രണ്ടുപേരെ മുന്നിൽ നിർത്തിയിട്ട് സദസ്യരോട് ചോദിച്ചു, ഇതിൽ ആരെയാണ് ഞാൻ കൊല്ലേണ്ടത്? സദസ്യരെല്ലാം പറഞ്ഞു, ജയിലിൽ നിന്ന് കൊണ്ടുവന്ന ക്രിമിനലിനെ കൊന്നാൽ മതി. പക്ഷേ നമ്രൂദ് തീരുമാനിച്ചു, അല്ല, ഞാൻ അവനെ കൊല്ലുന്നില്ല, ഈ സദസ്സിൽ എഴുന്നേറ്റ് വന്ന നിരപരാധിയാണ് ഞാൻ കൊല്ലുന്നത്. നിരപരാധിയെ കൊന്നു, ആ ക്രിമിനലിനോട് വീട്ടിലേക്ക് പോക്കോളാൻ പറഞ്ഞു. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, കണ്ടോ, നിന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാനിത് ഒരാളെ ജീവനോടെ വിട്ടിരിക്കുന്നു, ഒരാളെ ഞാൻ മരിപ്പിച്ചിരിക്കുന്നു. ഇത് ചെയ്യാൻ എനിക്ക് കഴിയും. ഇന്ന് സവർണ ഫാസിസ്റ്റ് ഭരണകൂടം തീരുമാനിക്കുന്നുണ്ട്, ആരെ കൊല്ലണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ആരെ കൊല്ലണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ആർക്കെതിരെ UAPA ചുമതണം ഞങ്ങൾ തീരുമാനിക്കും. നമ്മൾ കണ്ടതാണ് ഡൽഹി കലാപത്തിൽ ആർക്കെതിരെയാണ് FIR ഇട്ടത്? നിരപരാധികളായ കോളേജ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് FIR ഇട്ടത്. അവർ ഇരകളാണ്, മർദ്ദിക്കപ്പെട്ടവരാണ്. ഡൽഹി കലാപത്തിന് നേതൃത്വം കൊടുത്തയാൾ ഇന്ന് ഡൽഹിയിലെ മന്ത്രിയാണ്. ഇവര് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ആരെ കൊല്ലും, ആരെ കൊല്ലണ്ട, ആർക്കെതിരെ കേസെടുക്കണം, ആർക്കെതിരെ കേസെടുക്കണ്ട, ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന ഒരു നമ്രൂദിയൻ ഭരണകൂടം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഈ അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് മാറുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടെ നമ്മൾ മാറേണ്ടതുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കിയപ്പോൾ ആളുകൾ പരിഹസിച്ചു. നൂഹ്, ഇവിടെ കടലില്ലല്ലോ, ഇതിന്റെ കപ്പൽ എവിടെയോടും? പക്ഷെ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ് ഈ ഓർഡർ, കപ്പൽ നിർമ്മിക്കാനുള്ള ഓർഡർ. നൂഹ് നബി കപ്പലുണ്ടാക്കി. പിന്നെ എന്തുണ്ടായത്? കപ്പലില്ലാതെ നടക്കാൻ, സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രളയമുണ്ടായി. അന്ന് നൂഹ് നബിയെ പരിഹസിച്ചവർക്ക് പോലും നൂഹ് നബിയുടെ കപ്പലിനെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടായി. ഇത് പടച്ചൊരു കളിയാണ്, അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അള്ളാഹുവിന്റെ റസൂൽ ഹിജറ പോകുമ്പോഴല്ലേ സുറാഖത്ത് ബിൻ മാലിക് പുറകെ വന്നത് നബിയെ പിടിക്കാൻ വേണ്ടി വന്ന സുറാഖയോട് റസൂലുള്ളാഹി പറഞ്ഞത്, സുറാഖ, നിന്റെ കയ്യിലേക്ക് പേർഷ്യൻ ചക്രവർത്തിയുടെ കയ്യിൽ കിടക്കുന്ന അധികാരത്തിന്റെ സ്വർണ്ണവള ഞാൻ ഇട്ടു തരും. മക്കയിൽ നിന്നും ഗതിയില്ലാതെ ഓടിപ്പോകുന്ന റസൂലാണ് പറയുന്നത്, അന്ന് ഏറ്റവും വലിയ ചക്രവർത്തിയാണ് പേർഷ്യൻ ചക്രവർത്തി. അവന്റെ കയ്യിൽ കിടക്കുന്ന അധികാരത്തിന്റെ സ്വർണ്ണവള സുറാഖ നിന്റെ കയ്യിലേക്ക് ഇട്ടു തരുന്ന ഒരു നാൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ സുറാഖയ്ക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷെ പിന്നീട് അതുണ്ടായി. പേർഷ്യ ഇസ്ലാം കീഴടക്കി. സുറാഖയുടെ സ്വർണ്ണവള മദീന പള്ളിയിലേക്ക് കൊണ്ടുവന്നു. പേർഷ്യൻ ചക്രവർത്തിയുടെ സ്വർണ്ണവള എവിടെ സുറാഖ എന്ന് ചോദിച്ചു. സുറാഖയെ വിളിച്ചു വരുത്തി വള കൈമാറുന്ന ഒരു രംഗമുണ്ട്. ഇതെല്ലാം നടക്കും. നമ്മൾ അപ്രതീക്ഷിതമെന്ന് വിചാരിക്കുന്നതെല്ലാം പ്രതീക്ഷിക്കേണ്ടതാണ്, നടക്കുന്നതാണ്. ഖന്തഖ് യുദ്ധ വേളയിലല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കൊത്തിയാൽ പൊട്ടാത്ത പാറക്കല്ല് തന്റെ ആയുധം കൊണ്ട് ആഞ്ഞു വെട്ടുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, യമനിന്റെ കവാടങ്ങൾ, യമനിന്റെ അധികാര കവാടങ്ങൾ എന്റെ മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടു. പേർഷ്യയുടെ കവാടങ്ങൾ എന്റെ മുന്നിൽ തുറക്കപ്പെട്ടു. റോമിന്റെ കവാടങ്ങൾ എന്റെ മുന്നിൽ തുറക്കപ്പെട്ടു എന്ന് പറയാം. ഏത് പേർഷ്യ, ഏത് റോം, ഏത് യമൻ? അന്ന് റസൂലിന് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ പിൽക്കാലത്ത് റോം ഇസ്ലാമിന് കീഴിൽ വന്നു, പേർഷ്യ ഇസ്ലാമിന് കീഴിൽ വന്നു, യമൻ ഇസ്ലാമിന് കീഴിൽ വന്നു. ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. അലിയോട് റസൂൽ ചോദിക്കുന്നു, അലി, ഹീറ എന്നൊരു നാട് കേട്ടിട്ടുണ്ടോ? അലി പറഞ്ഞു, ഹീറ എന്ന നാട് പേർഷ്യയിലല്ലേ, അത് കുറെ ദൂരെയല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, അലി, ഹീറയിൽ നിന്നും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നു വന്ന് ഈ മക്കയിൽ വന്ന് തവാഫ് ചെയ്തു പോകുന്ന ഒരു കാലം വരും. ഹിറ മുതൽ മക്ക വരെ ഇസ്ലാമിന് കീഴിൽ വരുന്ന ഒരു കാലം വരുമെന്ന് അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറയുന്ന പിൽക്കാലത്ത് സാധ്യമായി. അതുകൊണ്ട് വലാ തഹീനു വലാ തഹ്സനു,
ഈ ബില്ലൊക്കെ പാസ്സാക്കപ്പെടുന്ന കാണുമ്പോൾ ആരും വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. വഅൻതുമുൽ അഅലൗൻ, ഈ രാജ്യത്ത് നിങ്ങൾ തന്നെയായിരിക്കും ഉന്നതന്മാർ. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ തൗഹീദ് മുറുകെ പിടിച്ച് ഈമാനിൽ അടിയുറച്ച് അല്ലാഹുവിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം ക്ഷമയോടെ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയായിരിക്കും ഉന്നതർ. അൽ ഇസ്ലാം യഅലു വലാ യുഅലാ അലൈഹി, ഇസ്ലാം എന്നും മുകളിലായിരിക്കും. ഇസ്ലാമിന്റെ മുകളിൽ വരാൻ ഒരു ആദർശത്തിനും ഒരു പ്രസ്ഥാനത്തിനും ലോകത്ത് കഴിയില്ല. ഇത് പടച്ചതമ്പുരാന്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു ഈ വാഗ്ദാനം പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ കിരാതമായ ഭരണകൂടങ്ങളെ പരാജയപ്പെടുത്തി നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂടം റബ്ബ് ഈ രാജ്യത്ത് സ്ഥാപിക്കുമാറാകട്ടെ. ഈ അനീതിയുടെ നിയമങ്ങളെല്ലാം അസ്ഥിരപ്പെടുന്ന ഒരു നാളിനെ നേരിൽ കാണാൻ അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.